ഞാൻ ഗർഭിണിയാ. ഹരിയുടെ കുട്ടിയാ എന്റെ വയറ്റില്. കർത്താവാ ഊർമിളെ എന്റെ അടുക്കൽ എത്തിച്ചത്. എന്റെ ദൈവമേ, ഇവള് കാലെടുത്ത് വെച്ചപ്പോ തന്നെ ദുശകുനാണല്ലോ. ഊർമിളെ, ഊർമിളെ, ഹരിയെ കണ്ടോ? എന്നെ ഇവിടെ ഇരുത്തിയിട്ട് പോയതാ. ഒരാഴ്ചയാ ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ചേച്ചി, ചേച്ചി ഏതാ? എനിക്ക് ഹരി ഒന്ന് കാട്ടിത്തരൂ. ഞാൻ ഗർഭിണിയാ. ഹരിയുടെ കുട്ടിയാ എന്റെ വയറ്റില്. ഹരിയെ ഞാൻ കാണിച്ചു തരാം. എവിടെ എവിടെ എന്റെ ഹരി? എന്റെ കൂടെ വരാമോ? വരാം, ഞാൻ വരാം. എനിക്ക് ഹരിയെ കാണണം. എന്നാ വാ. ഓട്ടോ കേറ്. ഇറങ്ങ. വാ. വാ. ആലിസേ, എടി ആലിസേ, നീ എന്നത്ര എവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? എവിടെ എന്റെ ഹരി? ഹരിയ, ഊർമിള വാ. ഹരി ഇപ്പൊ വരും. അതുവരെ ഊർമിള ഒന്ന് മയങ്ങിക്കും. ഹരി വരുമ്പോ എന്നെ വിളിക്കോ? പിന്നെ തീർച്ചയായിട്ടും വിളിക്കും. വാ. ആലിസേ, എടി എന്റെ കർത്താവേ. കിടന്നോട്ടോ. ഹരി വരുമ്പോ വിളിക്കാം. എടി എടി ആലിസേ, നിനക്കെന്നെ വട്ട പിടിച്ചോ? ദൈവമാ ഇവളെ എന്റെ കൺമുമ്പിൽ എത്തിച്ചത്. എന്നാ പുണ്യം കിട്ടാനാടി ഇവളെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചത്? നിങ്ങള് നേരത്തെ എന്നെ കളിയാക്കിയില്ലേ? അൾത്താരയ്ക്ക് മുന്നിൽ പോയി കണ്ണീരൊഴുക്കിയതുകൊണ്ടൊന്നും കാര്യമില്ലെന്ന്. അതിന് കാര്യമുണ്ട് മനുഷ്യനെ. എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. കർത്താവാ ഊർമിളെ എന്റെ അടുക്കൽ എത്തിച്ചത്. ചൊറിഞ്ഞു വരുന്നുണ്ട് എനിക്ക് കേട്ടോ. ആർക്കും വേണ്ടാത്ത ഈ പണ്ടാരത്തിന് എന്നാത്തിനാടി നീ ഇങ്ങോട്ട് എടുത്തു വന്നത്? ആർക്കും വേണ്ടെങ്കിലും ഇവളെ ഇപ്പൊ നമുക്ക് വേണം. എന്നാത്തിനാ? പുഴുങ്ങി തിന്നാനോ? ഇച്ചായ, തല ഉണ്ടായാ മാത്രം പോരാ, തലയ്ക്കകത്ത് എന്തെങ്കിലും വേണം. ഞാൻ ചുമ്മാതല്ല ഇവളെ ആരും കാണാതെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോന്നത്. അവൾക്ക് വെളിവും വെള്ളിയാഴ്ച ഒന്നുമില്ല. അധികം വൈകാതെ ഇവൾ പ്രസവിക്കും. അതുകൊണ്ടെന്നാ? ആ കുഞ്ഞ് നമുക്കുള്ളതാ. നമുക്കോ? അതെ, നമുക്ക് വേണ്ടി ദൈവം തന്ന തങ്കക്കുട്ടി.
അതാണ് അവളുടെ വയറ്റിൽ. പ്രസവം കഴിഞ്ഞ പിറ്റേന്ന് നമ്മൾ ഇവളെ വല്ല ഓടയിലും കൊണ്ടുപോയി തള്ളും. കുഞ്ഞിനെ നമ്മൾ വളർത്തും. നീ ഞാൻ കരുതിയതുപോലെ അല്ലല്ലോടി എന്റെ ആലീസ്. നീ ആള് കൊള്ളാമല്ലോടി. പക്ഷേ ഇതാരെങ്കിലും അറിഞ്ഞാലോടി? ഈ ലോകത്ത് ഒരീച്ച പോലും അറിയില്ല ഇവളിവിടെ ഉണ്ടെന്ന്. അതിനുള്ള വഴികളൊക്കെ ഈ ആലീസിനറിയാം. വാമോ. ആ നിക്ക് ചടങ്ങുകളൊന്നും തെറ്റിക്കണ്ട. ആ മോളെ, നീ പോയി നിലവിളക്ക് കത്തിച്ചോണ്ട് വന്നേ. ലക്ഷ്മി, നീ എന്താ നോക്കി നിക്കുന്നേ? മോള് പോയി ആരതിത്തട്ടം എടുത്തോണ്ട് വന്നേ. മായമോളെ സ്വീകരിച്ച് അനയിക്കണ്ടല്ലേ? ചെല്ല് വേഗം. ഇവള് നിങ്ങളുടെ അനന്തരവളാണെന്നുള്ളത് നേര് തന്നെ. എന്നാലും പള്ളിക്കലെ മരുമകളായിട്ട് ആദ്യമായിട്ട് കയറി വരുന്നതല്ലേ. ഇതൊക്കെ അമ്മായി പറഞ്ഞില്ലെങ്കിലും മായക്കറിയാം അല്ലേ മോളെ? സർവ്വ ഈശ്വരന്മാരെയും ധ്യാനിച്ച് വലതുകാല് വെച്ച് കയറുമോളെ. ദൈവമേ, ഇവള് കാലെടുത്ത് വെച്ചപ്പോ തന്നെ ദുശകുനാണല്ലോ. ഇത്തിരിയെങ്കിലും ശ്രദ്ധിച്ച് നടന്നുകൂടെ നിനക്ക്? പുതിയൊരു ജീവിതം തുടങ്ങുന്നതാ. ആ ബോധം കൂടി ഇല്ലാണ്ടായാൽ എങ്ങനെയാ? പത്മം, വല്ലതും പറഞ്ഞ് മായമോളെ വിഷമിപ്പിക്കാതെ. സാരമില്ല, മോളകത്തേക്കില്ല. ലക്ഷ്മി, ഇവളെ മുറി കൊണ്ടുവന്നാക്കി. വരൂ. ഒരു മായമോള് വന്നിരിക്കുന്നു. ദേ മനുഷ്യ, നിങ്ങളുടെ പുന്നാര അനന്തരോളെ വിഷമിക്കാനും വേദനിക്കാനും ഇരിക്കുന്നതേ ഉള്ളൂ. പള്ളിക്കലെ അകത്തമ്മയെ വാഴിക്കാനാണ് അവളെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചെന്ന് കരുതെങ്കിലേ തെറ്റ്. എന്റെ മോളൊഴിക്കെ കണ്ണീരിന് കണക്ക് തീർക്കാൻ അതിനാ ഇവനെ കൊണ്ട് ഇവളെ കെട്ടിച്ചത്. നടക്കാനിരിക്കുന്ന പൂരെ കണ്ടു തന്നെ അറിഞ്ഞോ? ദേ മനുഷ്യ, നിങ്ങളുടെ പുന്നാര അനന്തരോളെ വിഷമിക്കാനും വേദനിക്കാനും ഇരിക്കുന്നതേ ഉള്ളൂ. പള്ളിക്കലെ അകത്തമ്മയെ വാഴിക്കാനാണ് അവളെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചെന്ന് കരുതെങ്കിലേ തെറ്റ്. എന്റെ മോളൊഴിക്കെ കണ്ണീരിന് കണക്ക് തീർക്കാൻ അതിനാ ഇവനെ കൊണ്ട് ഇവളെ കെട്ടിച്ചത്. നടക്കാനിരിക്കുന്ന പൂരെ കണ്ടു തന്നെ അറിഞ്ഞോ?
മായേ. ഇങ്ങനെ കണ്ണീരൊഴുക്കിയിട്ട് സങ്കടപ്പെട്ടിട്ടും ഒന്നും ഒരു പ്രയോജനവുമില്ല. കേൾക്കേണ്ടതൊക്കെ കേൾക്കണം, അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചും തീർക്കണം. അതാ നമ്മൾ വന്നു കയറിയ പെണ്ണുങ്ങളുടെ വിധി. ദൈവത്തിന് നിരക്കാത്തതല്ലേ ചെയ്തു കൂട്ടിയത്. നീയല്ല കേട്ടോ, വേണു. അവൻ കാരണം മൃദുലയും മക്കളും എത്ര കണ്ണീര് കുടിച്ചു, എത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നതായി തറവാട്. മായയുടെ കൂടപ്പിറപ്പ് കാരണ ഒക്കെ തകർന്നത്. അപ്പൊ പിന്നെ ഈശ്വരന്മാര് പകരത്തിന് പകരം തരാതിരിക്കോ? എന്നാലും ഒരു തെറ്റും ചെയ്യാത്ത നീയാണല്ലോ അനുഭവിക്കേണ്ടി വരിക എന്ന് ഓർക്കുമ്പോ സഹിക്കണില്ല. ചങ്ക് തകരുക എന്റെ മായേ. അയ്യോ, എന്റെ മോൾ ഇവിടെ കരഞ്ഞോണ്ടിരിക്കുകയാണോ? ഓട്ടുമായേ, അപ്പോഴത്തെ ദണ്ണത്തിന് അമ്മായിയുടെ വായന്ന് വല്ലതും വീണു പോയിട്ടുണ്ടെങ്കിൽ എന്റെ മോളങ്ങ് ക്ഷമിക്ക്. അല്ലേ, വന്നു കയറിയ കാലേ നീ കട്ടിലിൽ തന്നെ ഇരിക്കാതെ വേഷമൊക്കെ ഒന്ന് മാറ്റിയേ. ലക്ഷ്മി, മായക്ക് മാറാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തേ, ചെല്ല്. എന്റെ മോടെ ഗതി എന്നെ നിനക്കും. കഴുത്തി താലി വീണേ പിന്നെ കണ്ണീര്. ഈശ്വരന്മാരെ, ഇതെന്തൊരു പരീക്ഷണോ. ആ ദാ വേഗം ഇത് മാറി അടുക്കളയിലേക്ക് വന്നേ. അവിടെ പിടിപ്പത് പണിയുണ്ട്. പറഞ്ഞത് കേട്ടില്ലേടി? എഴുന്നേറ്റ് വേഷം മാറാൻ. ദേ, സ്വന്തം ബന്ധമൊക്കെ ശരി തന്നെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മയുടെ അടുത്തുനിന്ന് പഠിച്ച പണിയൊന്നും ഇവിടെ ചെലവാവത്തില്ല. പട്ടു ചുറ്റി സപ്രപഞ്ചത്തിൽ ആടാനാ ഭാവമെങ്കിൽ അത് നടക്കില്ല എന്ന്. വന്നു കയറിയ പെണ്ണുങ്ങൾ വേണം കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാൻ. വേഗം അടുക്കളയിലേക്ക് വന്നേക്കണം, മനസ്സിലായോ? വാ ലക്ഷ്മി. എന്താ മായേ പന്തങ്ങടെ പെരിച്ചാഴിയെ പോലെ നിൽക്കുന്നേ? എന്താ പള്ളിക്കലേക്ക് കയറി വന്നത് അബദ്ധായം തോന്നുന്നുണ്ടോ നിനക്ക്? ഇതാ മോളെ ജീവിതം. നിന്റെ ഏട്ടൻ എനിക്ക് തന്ന ജീവിതം. ഈ മൃദുലയ്ക്ക് പറ്റിയ അതേ അബദ്ധം നിനക്കും പറ്റി. ഞാൻ അനുഭവിച്ച് തീർക്കണമൊക്കെ ഇനി നീയും അനുഭവിച്ചേ ഒക്കൂ. ഇത് വിധിയാ. നിന്റെ ഏട്ടൻ ചെയ്തു കൂട്ടിയ മഹാപാപങ്ങൾക്കുള്ള ശിക്ഷ. അടക്കിടക്കവിടെ കമത്തരുത്. എന്നാലും അളിയ, ഞങ്ങള് 3-4 ബാച്ചിലേഴ്സ് ഇങ്ങനെ മൂക്കി പല്ലുമായി വെള്ളം ഇറക്കി പച്ചക്കറികളായിരിക്കുമ്പോ നീ മാത്രം പെണ്ണും പെടക്കോഴിയും കുടുംബവും ഒക്കെ ആയി ഓർത്തിട്ട് സഹിക്കാൻ പറ്റണില്ലടാ അളിയാ. എന്താണ് സിബി ഇത്? യവൻ വല്ലാതെ ഓവറാ. ആക്രാന്തം അല്ല എന്താ? ഇങ്ങനെ കഴിച്ചാലേ കൂമ്പ് വാടി പോവും. പെണ്ണെന്ത് പെടക്കോഴി എന്തെന്നറിയാതെ 10-30 കൊല്ലം ജീവിച്ചില്ലേ? ഇനി കൂമ്പ് വാടാതിരുന്നിട്ട് എന്താ പ്രയോജനം? എന്തായാലും നീ ഭാഗ്യവാനാ. സുന്ദരക്കുട്ടപ്പന്മാരായ ഞങ്ങളെയൊക്കെ കടത്തി വെട്ടിയിട്ട് ഒരു സുരസുന്ദരിയെ നീ കൈക്കലാക്കിയില്ലേ? കളിയാ, നിന്നെ സമ്മതിക്കണം. എടാ അപ്പുവേ, നിന്റെ മായപ്പൊന്മാനെ ഒന്നിങ്ങോട്ട് വിളിക്കടാ. ഞങ്ങളൊന്ന് വിശദമായിട്ട് പരിചയപ്പെടട്ടെ. അന്താളിച്ചിരിക്കാതെ ഭാര്യ വിളിയടാവേ. വിളിക്കടാ. എന്താടാ വിളിക്കാനൊരു മടി? വിളിക്കടാവേ. മായേ മായേ. വരുന്നുണ്ട്.
മായേ ഒന്നീ വന്നേ. ആ സംഗതി ചോറായി. ഓറാക്കടാ സിബിയെ, നീ പോടാ മാക്രി. ഈ ഒരു ചാളാക്കും. ദാ, വന്നല്ലോ. ആ നിന്നോടല്ലേ വരാൻ പറഞ്ഞത്. വാ. ആളെയും പോയി വിളിച്ചോണ്ട് വാളിയാ, ചിലപ്പോ നാണമായിരിക്കും. അതെ അതെ, കാര്യമൊക്കെ അറിയാം. പള്ളിക്കൽ അപ്പുവിന്റെ പെണ്ണ് ഒരു നാണം കുടുങ്ങിയാവരുത്. മനുഷ്യരോട് ഫ്രീ ആയിട്ട് ഇടപെടുന്നതാണ്. അതെനിക്ക് നിർബന്ധ. വാ. ഇവരൊക്കെ എന്റെ ക്ലോസ് ഫ്രണ്ട്സാ. ഇത് സിബി തരകൻ, ക്ലോസ് ഫ്രണ്ട്. ഇത് സുരേഷ്. അവൻ കൃഷ്ണൻകുട്ടി. അയ്യോ സോറി, ഒന്ന് പരിചയപ്പെടാൻ വിളിച്ചതാ. ഡിസ്റ്റർബൻസ് ഒന്നും ആയില്ലല്ലോ? ഇങ്ങോട്ട് നീങ്ങിക്ക. പെങ്ങൾക്ക് ഞങ്ങളെ ആരും അറിയില്ലെങ്കിലും ഞങ്ങൾക്ക് പെങ്ങളെ നന്നായി അറിയാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയ മായക്കുട്ടി ആളുകളുടെ മുഖത്ത് നോക്കല, അതാ ഞങ്ങളെ അറിയാത്തത്. അപ്പേ നീ ഭാഗ്യവാനാണെന്ന് 100 വട്ടം പറഞ്ഞാ പോരാ. ഇത്ര അടക്കോ ഒതുക്കമുള്ള ഒരു പെണ്ണിനെ തന്നെ നിനക്ക് കിട്ടിയല്ലോടാ. ഇങ്ങോട്ട് വാ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഇരിക്കേ.